കോഴിക്കോട് മാലിന്യം ശേഖരിച്ച ചാക്കിനുള്ളിൽ പെരുമ്പാമ്പിനെ കണ്ടെത്തിയതിൽ പോലീസിൽ പരാതി. ഹരിതകർമ്മസേന കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകി. മനഃപൂർവ്വം ചെയ്ത ക്രൂരതയാണെന്നും ഹരിതകർമ്മസേന അംഗങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും പരാതിയിൽ പറയുന്നു. ആകാശാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ആകാശ്, നമ്മുടെ വീട്ടിലുള്ള മാലിന്യം അത്തരത്തിൽ ശേഖരിച്ചു കൊണ്ടുപോകുന്ന ആളുകളാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ. അത്തരത്തിൽ മഹത്തായ ഒരു സേവനം നൽകുന്ന ആളുകളാണ്. അവരെയാണ് ഇത്തരത്തിൽ ദുരിതത്തിലാക്കുന്ന അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ആരാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിൽ എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? അവരുടെ പരാതി ഇപ്പോൾ ഏതു രീതിയിലാണ്? സ്വാതി, കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. കൊയിലാണ്ടിയിൽ ഹരിതകർമ്മ സേന അംഗങ്ങൾ ശേഖരിച്ചു വെച്ച MSF പ്ലാന്റിനകത്ത് ഇത്തരത്തിൽ ചാക്കിൽ കെട്ടിയ രീതിയിലാണ് പാമ്പിനെ കണ്ടെത്തുന്നത്. ഇവർ ഈ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിനിടയിൽ ഈ പാമ്പിനെ കാണുകയും അവിടെ നിന്ന് പെട്ടെന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്. അതിന്റെ പിന്നാലെ തന്നെ ഇവർ ഈ കൃത്യം മനഃപൂർവ്വം ആള് ചെയ്തതാണെന്നുള്ള രീതിയിൽ ഉന്നയിക്കുകയും അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. കൊയിലാണ്ടി പോലീസിലാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതിൽ പരാതിയിൽ പറയുന്നത് മനഃപൂർവ്വമാണ് ഇത്തരത്തിലൊരു കാര്യം ചെയ്തിരിക്കുന്നത്, ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇത് ചെയ്ത ആളെ പിടികൂടണം, കൂടാതെ ഈ സേനാ അംഗങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം എന്നീ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകുന്നത്. നേരത്തെ സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ വീടുകളിലെല്ലാം എത്തി ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്ന മഹത്തായ പ്രവർത്തനം ചെയ്യുന്നവർക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ, അതും പാമ്പിനെ ഉൾപ്പെടെ ഈ ചാക്കിൽ കൊണ്ട് കെട്ടി വെച്ച അത്തരത്തിലുള്ള കൃത്യം ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇനി കൊയിലാണ്ടി പോലീസ് അന്വേഷണം ആരംഭിക്കും. പ്രതിയെ ഉടൻ തന്നെ കണ്ടെത്തുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് EVM അട്ടിമറി തട്ടിപ്പ് ആരോപണത്തിൽ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന നിലപാടിന് കൂട്ടുനിൽക്കാനാകില്ലെന്നും MP കൂട്ടിച്ചേർത്തു.